നമസ്കാരം, ഭൂമികയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് വിളയാങ്കോട് ചിറ്റന്നൂര് എന്ന സ്ഥലത്താണ്. 100-ലധികം മാവുകളും അതിലേറെ വിദേശ പഴങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു സ്ഥലമാണ് ഇവിടം. ഉമ്മർ മാഷാണ് ഇത് ഇവിടെ നട്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അധ്യാപന ജീവിതത്തിലായിരുന്ന മാഷ് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താണ്? അത് ഒന്ന് ചെറുപ്പം മുതലേ എനിക്ക് ഇതിനോടൊരു നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാനൊരു കുടിയേറ്റ മേഖലയിലാണ്, ചെറുപുഴ അപ്പുറത്ത്, അവിടെയാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഒന്നുണ്ടായിരുന്നു. ഇതൊരു വലിയൊരു പാഷനായിട്ടുണ്ടായിരുന്നു. പിന്നീടൊരു ഔദ്യോഗിക ജീവിതം അധ്യാപകനായിട്ട് മാറുന്നു. അത് കല്യാശ്ശേരിയിൽ ഒരു 10 സെൻറ്റ് സ്ഥലവും അവിടെ ഒതുങ്ങിപ്പോകുന്നുണ്ട്. ആ സമയത്തും വിശാലമായ സ്ഥലത്ത് ഒരു ചെറിയൊരു സ്ഥലത്തേക്ക്. പക്ഷെ അത് ജീവിതം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു പാഷൻ ഉണ്ട്. മാവിനോടും അതുപോലെ ഫലവൃക്ഷങ്ങളോടുള്ള താല്പര്യം പണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഈ സ്ഥലം വാങ്ങുന്നത്. ഒരു 2 ഏക്കർ സ്ഥലം. അതൊരു കാട് പിടിച്ച സ്ഥലമായിരുന്നു. ഒരു ആര് കണ്ടാലും പേടിക്കുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അത് ഒരു ഇല്ലപ്പറമ്പാണ്. അപ്പോൾ അത് വാങ്ങി ഞാനൊരു വളരെ പെട്ടെന്ന് ഇങ്ങനൊരു രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. മാവുകളോടാണ് കൂടുതൽ താല്പര്യം. അതുപോലെ പ്ലാവുണ്ട്, പിന്നെ വിദേശ ഫലവൃക്ഷങ്ങൾ വേറെയുമുണ്ട്. ഒരുപാട് ഏത് വെറൈറ്റി മാവുകളും അല്ലെങ്കിൽ ഏത് ഫലവൃക്ഷം ഉണ്ടെങ്കിലും ഉടനെ അത് കണ്ടെത്തുക എന്നുള്ളതും ഇവിടെ കൊണ്ട് നട്ട് പരീക്ഷിക്കുക എന്നുള്ളതുമാണ് ഒരു രീതി. അങ്ങനെയാണ് ചെയ്തത്. മാഷിന്റെ തോട്ടത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു 100-ലധികം മാവുണ്ട്. 100 അങ്ങനെ എണ്ണം എടുത്തിട്ടില്ല, 100-ലധികം ഉണ്ടാവും. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചിലവർ പറയും ഇത് ഗംഭീര മാങ്ങയാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് 100% വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കണമെങ്കിൽ നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് നട്ട് വളർത്തണമല്ലോ. അതിന് പകരം നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാവിൻ്റെ കമ്പ് മാത്രം കിട്ടിയാൽ മതി. നമുക്ക് വിത്തൊന്നും എടുക്കണ്ട. വിത്ത് നടുമ്പോൾ അത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം വിത്ത് നട്ടാൽ അത് പിന്നെ അതേ ഗുണം കിട്ടണമെന്നില്ല. അതേസമയത്ത് നമ്മളൊരു കമ്പ് കൊണ്ടുവന്നാണെങ്കിൽ അതേ ഗുണം കിട്ടി. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഈ ഒരു മാവിൻ്റെ മുകളിൽ അനേകം മാവുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഏക്കറിൽ ചിലപ്പോൾ ഒരു 10-25 മാവേ നടാൻ പറ്റുമോ. പക്ഷേ ഇത് അങ്ങനെയല്ല. നമുക്കൊരു മാവിൻ്റെ മുകളിൽ കുറേ മാവ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇത് കോഴിക്കോടിലോട്ട് പണ്ടാരക്കണ്ടി എന്ന് പറയുന്നൊരു മാവാണ്. ഇതാ ഇവിടെ ബഡ് പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് കോഴിക്കോട് തന്നെയുള്ള ശിവരാജൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ സെലക്ഷനിലൊരു മാവായിട്ട്. ഇത് തായ്ലൻഡിലുള്ള ഒരു പ്രധാനപ്പെട്ട മാവാണ്. ഗോലക്ക് എന്ന് പറയും. എന്താണ് നാംഡോക്മായി മൺ എന്നും പറയും. മൺ എന്നും പറയുന്നൊരു ഇനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്, റൂട്ട് പ്രധാനം എന്ന് പറയുന്നത് ഹണി ഡ്യൂ എന്ന് പറയുന്നൊരു മാവാണ്. അപ്പോൾ ഇതിന് മുകളിൽ ഇപ്പുറത്തും വേണമെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും പല മാവുകളുടെ ഇപ്പുറത്തെല്ലാം ഉണ്ട്. ഇവിടെ തൃശ്ശൂർ അപ്പുറത്ത് വന്ന ഒരു സ്വീറ്റ് കിങ്ങിണി എന്ന് പറയുന്നൊരു ഇനം ആണ് ഇത്. ഈ ഒരു സാധനം സ്വീറ്റ് കിങ്ങിണിയാണ്. ഇവിടെ വരുന്നത് തെക്കൻ കേരളത്തിലുള്ളൊരു മുതലമൂക്കൻ എന്ന് പറയുന്ന ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുതലമൂക്കൻ. ഇപ്പുറത്ത് വരുമ്പോൾ തെക്കൻ കേരളത്തിൽ തന്നെയുള്ളൊരു ഇപ്പുറത്ത് വശത്ത് കാണാൻ പറ്റും കല്ലുകെട്ടി എന്ന് പറയുന്നൊരു ഇനമാണ്. അത് ബഡ് മുളച്ച് വരുന്നുണ്ട്. ഇത് കല്ലുകെട്ടി എന്ന് പറയുന്നൊരു ഇനമാണ്. കല്ലുകെട്ടി ഇവിടെ ബഡ് മുളച്ച് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കല്ലുകെട്ടി എന്നുള്ളത്. അങ്ങനെ ഇവിടെയുണ്ട്. അങ്ങനെ പല ഇനങ്ങൾ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ പിടിപ്പിക്കാൻ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിൻ്റെ മുകളിൽ വെറൈറ്റി മാവുകൾ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് കുറച്ചുകൂടി വലിയ മാവാണെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലോ 2ാം കൊല്ലോ അല്ലെങ്കിൽ 3ാം കൊല്ലോ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും.
കാറ്റിമോൺ എന്ന് പറയുന്നൊരു മാവുണ്ട്, തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നത്. അത് അതിൻ്റെ ഒരു പ്രത്യേകത 2ാം വർഷം തന്നെ കായ്ക്കും. കായ്ക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മഴക്കാലത്താണ് മാങ്ങ ഉണ്ടാകുക. കാരണം ഒരു ഓഫ് സീസണിൽ മാങ്ങ സീസൺ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ 2 മാങ്ങയുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, സെപ്റ്റംബർ ഒക്ടോബർ വരെ ചിലപ്പോൾ മാങ്ങ ഉണ്ടാകും. അപ്പോൾ ഏകദേശം മാമ്പഴക്കാലം മൊത്തം ഉണ്ടാകാൻ പറ്റും. ചിലപ്പോൾ നമ്മളങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നിലധികം മാവ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് സീസൺ മുഴുവൻ നമുക്ക് മാങ്ങ കിട്ടും. ഉദാഹരണത്തിന് നമുക്ക് മാങ്ങ സീസൺ അവസാനിക്കുന്നത് ഒരു ജൂൺ ആകുമ്പോഴത്തേക്കാണ്. പക്ഷേ ഒരു മാവിൻ്റെ മുകളിൽ തന്നെ ജൂണിന് ശേഷം ഉണ്ടാകുന്ന മാങ്ങ ഉണ്ടാവുമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 8-10 മാസം നമുക്ക് മാങ്ങ ഉണ്ടാകാൻ പറ്റും. ഇല്ല, ഏത് സമയത്തും മാങ്ങ കിട്ടുന്നൊരവസ്ഥയുണ്ടാകും. ഇതൊരു വിദേശ മാവാണ്, പെൻ കെൻലിംഗ് എന്നാ പേര്, പെൻ കെൻലിംഗ്. ഇത് ഒരെണ്ണേ കായ്ച്ചിട്ടുള്ളൂ. മൂന്നാം വർഷമായിരുന്നത്, 2.5-3 വർഷമായി. നല്ല വെയിലുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല കളറ് വരുമായിരുന്നു, നല്ല കളറ് വരുമായിരുന്നു. ഇത് നോക്കണം, ഇത് നോക്കി കായ്ച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വിദേശ ഇനങ്ങളിപ്പം കുറച്ച് പ്രചാരം കിട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു മാവിൽ തന്നെ ഇപ്പോൾ ഒരു 10-ലധികം മാമ്പഴ വെറൈറ്റികളുണ്ട്. അപ്പോൾ മാഷ് അതിനെ അവലംബിക്കുന്ന രീതി ഏതാണ്? ഗ്രാഫ്റ്റിംഗ് ആണ്? അത് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, ബഡ്ഡിങ്ങും ഉണ്ട്. ഏറ്റവും അനുയോജ്യമായത് ബഡ്ഡിംഗ് ആണ്. ബഡ് ചെയ്താലൊരു ഗുണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആ മാവിൻ്റെ ഒരു മുകുളമാണല്ലോ നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് വളരുമ്പോൾ അതിൻ്റെ മാവിൻ്റെ ഷേപ്പ് തന്നെ വരും. പക്ഷെ ഒരു കമ്പ് ഒട്ടിക്കുന്ന സമയത്ത് ഒരു ശാഖയുടെ സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ബഡ്ഡിംഗ് ആണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇത് ഒരു കാട്ടുമാവ് ഇവിടെ വളർന്നു വന്നതാണ്, ഏതാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഒരു 3 ബ്രാഞ്ച് അതിന് മുകളിലുണ്ടായിരുന്നു. ഈ 3 ബ്രാഞ്ചിന് മുകളിൽ ഞാനിവിടെ ഒട്ടിച്ചു. ഇത് 3 ഇനങ്ങളുണ്ട്. ഇത് ബഡ്, ഒരു ബഡ് ഇവിടെ കാണാൻ പറ്റും. ഇത് എ ജി എന്ന് പറഞ്ഞാൽ അഗാം എന്ന് പറയുന്നൊരു മാവായത്. ചിലപ്പം പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ AG's ഓഫീസിന് മുമ്പിൽ വളർന്നു വന്നൊരു മാവാണ്. അപ്പോൾ പത്രത്തിൽ വലിയ വാർത്തയുണ്ടായിരുന്നു. പിണറായി വിജയൻ ഈ മാവ് കണ്ടതിന് ശേഷം ഇത് ഉടനെ തയ്യാക്കണം എന്ന് പറഞ്ഞു. കാരണം മഴക്കാലത്തിൽ ഇതിൻ്റെ മുകളിൽ മാങ്ങയുണ്ട്, പല സമയത്തും അതിൻ്റെ മുകളിൽ മാങ്ങയുണ്ട്, ഡ്രോപ്പ് സീസണിലും മാങ്ങയുണ്ടാകുന്ന വലിയ മാങ്ങയാണ്. അതുകൊണ്ട് അത് പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു. അതിൻ്റെ ഒരു കമ്പ് അവിടെ നിന്ന് കിട്ടിയതാണ് ഇവിടെ ചെയ്തു വെച്ചത്. ഇത് കണ്ണൂരുള്ള തോട്ടടയല്ല, വാരം മുണ്ടയാടുള്ള ഒരു അമ്പൻ എന്ന് പറയുന്നൊരു ഫാമിലിയുണ്ട്. അവരെടുക്കുന്ന കൊണ്ടുവന്നൊരു വിശിഷ്ടമായ മാവായത്. ഇതതുപോലെ ഹൃദയവാഹിനി എന്നുള്ള പലരും പല പേര് കൊടുക്കുന്നതാണ്. ഏറ്റവും നന്നായിട്ട് വരുന്നൊരു മാവ്. ഒരു 3 മാവ് ഇതിൻ്റെ മുകളിൽ ബഡ് ചെയ്തായിട്ട് പിടിച്ചിട്ടുള്ളത്. ഇത് ബഡാണ്, വെറും ബഡ് മാത്രം ചെയ്തിട്ട് പിടിപ്പിക്കുന്നത്. അതെ, ഒരു ബഡ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം അത് സ്വാഭാവികമായിട്ടും എത്ര ദിവസം എടുക്കും? ഈ ഒരു മദർ പ്ലാന്റിൽ 35 ദിവസം കൊണ്ടത് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. പിടിച്ചു കിട്ടിയാൽ 35 ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കിയാൽ പച്ചയാണെങ്കിൽ അത് നമുക്ക് വിജയിച്ചു എന്ന് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വളർന്നു വരും, ഈ ബഡ് വളർന്നു വരും. അങ്ങനെയാണ് അതിൻ്റെ രീതി. എനിക്ക് ചെറുപ്പം മുതലേ ഇതിൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ബഡ്ഡിങ് ക്രാഫ്റ്റിങ്ങിൽ ഞാൻ വളരെ ചെറുപ്പം മുതലേ ചെയ്യലുണ്ട്. അത് ഒരു ശീലമായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ 2 മാവ് ഒന്നിന് മുകളിൽ ചെയ്തു വെച്ചതാണ്. അത്യാവശ്യം വിൽപ്പനയെല്ലാം ഉണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഈ 2 മാവോ 2ഓ 3ഓ ഒക്കെ ചെയ്ത ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ 5 സെൻറ്റുള്ള ഒരാളുണ്ടാവും. 5 സെൻറ്റുള്ളവർക്ക് ഒരു മാവൊന്നും വെക്കാനേ സ്ഥലമുണ്ടാവും. അതേസമയത്ത് വ്യത്യസ്ത ഇനങ്ങൾ നടാൻ പറ്റും. വ്യത്യസ്ത ഇനങ്ങൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ചോക്കനാൻ എന്ന് പറയുന്ന മാവായത്. അതിൻ്റെ ഒരു പ്രത്യേകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് 1 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഇത് കായ്ക്കും. ഇതിപ്പം ഒരു 6 മാസം ആയിട്ടില്ല, അപ്പോഴത്തേക്ക് ഇത് കായ്ച്ചു കഴിഞ്ഞു. ഇപ്പുറത്തുള്ളത് ഞാൻ രവീന്ദ്രനാഥ് എന്ന് പറയുന്നൊരു മാവാണ്. രവീന്ദ്രനാഥൊക്കെ രാമന്തളിയിൽ നിന്ന് കണ്ടെത്തിയൊരു മാവായത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു 6 മാസത്തോളം മാങ്ങയുണ്ടാകും. ഇത് 6 മാസം എന്ന് പറഞ്ഞാൽ ഒരു ജൂണിന് മുമ്പ് ഇത് മാങ്ങ കായ്ച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തത് ജൂണിന് ശേഷമായിരിക്കും മാങ്ങയുണ്ടാകും. 2 ഇത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വർഷമില്ലെങ്കിൽ ചിലപ്പോൾ 2-3 മാസം കുറവുണ്ടെങ്കിലും ബാക്കി മുഴുവൻ നമുക്ക് മാങ്ങ ഉണ്ടാക്കാൻ പറ്റും ശരിക്കും. കാരണം നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഈ ചോക്കനാൻ ഈ മഴക്കാലത്ത് മാങ്ങ ഉണ്ടല്ലോ. അതുപോലെ ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് മാങ്ങ ഉണ്ടാക്കാൻ പറ്റും. മാങ്ങ പിടിക്കുന്ന സമയത്ത് ഒരു ബ്രാഞ്ച് ഒരു മാങ്ങ. അത് നമ്മളിപ്പം സാധാരണ അവിടെയൊക്കെയുള്ള മാവുകളിൽ തുടക്കത്തിലുള്ള മാങ്ങകൾ ആദ്യം കായ്ക്കുന്ന ഇനങ്ങളുണ്ട്. അത് ആദ്യം കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ ആയിരിക്കും 2ാം ഘട്ടത്തിൽ കായ്ക്കുന്നുണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് കായ്ക്കുന്ന ഇനങ്ങളുണ്ട്. അപ്പോൾ മൾട്ടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും 6-7 മാസമെങ്കിലും മാങ്ങ കിട്ടും. അതാണ് ഇതിൻ്റെ
പിന്നെ ഇതിലൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില മാവുകളുടെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഓഫ് സീസണിൽ മാങ്ങ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പല മാവുകളും നമുക്ക് ഈ മഴയെ സർവൈവ് ചെയ്യാൻ അവർക്ക് കഴിയാറില്ല, അതിൻ്റെ പൂ ഇതാര്. പക്ഷേ ഈ നമ്മളീ പറഞ്ഞ ഈ ചോക്കനാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോക്കനാൻ അല്ലെങ്കിൽ കാറ്റിമോൺ രണ്ട് പേരിലാണ്. ശരിക്കുള്ള പേര് തായ്ലൻഡിൽ ചോക്കനാൻ എന്നാണ്. അതിനൊരു പ്രത്യേകത, അത് മഴയെ സർവൈവ് ചെയ്യാൻ അത് പിന്നെ മാർച്ച് ഏപ്രിലാണ് അത് പൂക്കുക. മാർച്ച് ഏപ്രിൽ പൂത്താൽ പിന്നെ ഇത് ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊരു മാവ് ഉണ്ടാവില്ല. പക്ഷേ ഇത് ആ സമയത്ത് പൂത്താലും ഇത് മാങ്ങ ഉണ്ടാകും. അതേപോലെ ചില മാവുകൾ വേറെയുണ്ട്, അപൂർവം ചില മാവുകളുണ്ട്. ഉദാഹരണത്തിന് സോണിയ എന്ന് പറയുന്ന മധ്യ കേരളത്തിലൊരു മാവുണ്ട്, അത് മഴക്കാലത്താണ് മാങ്ങ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള മാവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അങ്ങനെയുള്ള മാവുകൾ കൂടി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്താൽ നമുക്ക് ഏത് സമയത്തും മാങ്ങ ഉണ്ടാവും. ചിലപ്പോൾ അത് വലിയ ക്വാളിറ്റി ഉണ്ടാകണമെന്നില്ല, പക്ഷെ നമുക്കൊരു ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ടൊരു മാങ്ങ ഓഫീസിൽ കിട്ടണമെങ്കിൽ അത് കിട്ടും. പക്ഷെ ഇപ്പം നമ്മൾ ഒരുപാട് തരത്തിലുള്ള മാവുകളെ പരിചയപ്പെട്ടു. അപ്പം മാവ് കൂടാതെ വേറെ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്? ഫ്രൂട്ട്സ് പല ഫ്രൂട്ട്സും ഉണ്ട്. പക്ഷേ മാവിനേക്കാൾ കൂടുതൽ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാവാണ്. പ്ലാവിൽ കുറേ വെറൈറ്റി ഉണ്ട്. ഏകദേശം ഒരു 10-25 വെറൈറ്റി കൂടുതൽ വെച്ചിട്ടുണ്ട്. അതിൽ 5 വർഷത്തിനിടയ്ക്ക് ചിലതെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഇത് കഴിച്ചതാണ്. ഇത് കർണാടകയിൽ ഒരു പ്രധാനപ്പെട്ട ഇനാണ്, രാമചന്ദ്ര എന്ന് ഇതിൻ്റെ പേര്. രാമചന്ദ്ര നല്ല വലുപ്പമുണ്ട്. ഇതൊരു 3-4 ചക്ക നമ്മൾ കഴിച്ചു. ഇപ്പം ഫസ്റ്റ് ആയതാണ്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉണ്ടായത് രാമചന്ദ്ര. അപ്പുറത്തൊരു ഓൾ സീസൺ സ്വഭാവമുള്ളത് വേറെയുണ്ട്. അങ്ങനെ ഒരു ഇഷ്ടംപോലെ പ്ലാവുകളുണ്ട്. പ്ലാവുകൾ സാധാരണ നമ്മൾ പുറത്തൊരുപാട് കാണുന്നുണ്ട്. പക്ഷെ മാഷിന്റെ ഇവിടെ ഒരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട്. ഇൻഡോറിലും പ്ലാവ് വളർത്താവുന്ന മാഷ്. അതൊരു കൗതുകത്തിന് വേണ്ടി വെച്ചതേ ഉള്ളൂ. അതൊരു വർഷം 2-3 ചക്ക കിട്ടും. പ്രാവശ്യം തീർന്നു. വെയിൽ കുറഞ്ഞതുകൊണ്ട് മധുരം കുറയും, എന്നാലും 3-4 ചക്ക കിട്ടാറുണ്ട് സാധാരണ എല്ലാ വർഷവും. വിയറ്റ്നാം മെർലി എന്ന് പറയുന്ന ഒരു ചക്കയാണ്, പ്ലാവാണ്. ഇതാണ് അബ്യൂ എന്ന് പറയുന്ന ഫ്രൂട്ട്. ഇത് നമ്മളെ സപ്പോട്ടേസി കുടുംബത്തിൽപ്പെട്ടയാണ്. നമ്മളെ സപ്പോട്ട വീട്ടിൽ അതിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട ആ കുടുംബത്തിൽപ്പെട്ട തന്നെയാണ്. സപ്പോട്ടേസി കുടുംബത്തിൽപ്പെട്ടയാണ് അബ്യൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കരിക്കും പനനൊങ്കും ഇല്ലേ, ആ രണ്ടിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. ഏകദേശം നമ്മളെ എക്സർസൈസ് ചെയ്യുന്ന പന്തില്ലേ, ആ പന്തിൻ്റെ അത്ര വലുപ്പമുണ്ട്. ഒരു 600 ഗ്രാമൊക്കെ ചിലപ്പം വലുപ്പം. ആ എണ്ണം കൂടുമ്പോൾ ചിലപ്പം വലുപ്പം കുറയും. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഓഫ് സീസണിൽ ഇത് ഉണ്ടാകുക. ഇനിയിപ്പം പൂത്ത് ഒരു മറ്റ് പഴങ്ങളൊന്നും ഇല്ലാത്തൊരു സമയം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ സമയത്താണ് ഇതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ കായ് ഉണ്ടാകും. അതിമനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് എല്ലാ വീട്ടിലും വ്യാപിക്കാൻ പോകുന്നൊരു ചെടിയാണിത്, അബിയു. ഇവിടെ എൻ്റെ ഒരു ഇവിടെ കായ്ച്ച് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കായ്ച്ച് വരുന്നത്. സത്യത്തിൽ ഈ സമയത്തല്ല ഉണ്ടാകേണ്ടത്. ഉണ്ടാകേണ്ട ഒരു സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയത്താണ്. ലോങ് എന്ന് പറയുന്നതാണ്. ഇത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും വ്യാപകമായിട്ട് വരാൻ സാധ്യതയില്ല. നമ്മളൊരു ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരുന്ന ഒരു ഇനാണ്. ഇതെൻ്റെ ഒരു വൈറ്റ് ലോങ് എന്ന് പറയും. ഇവിടെ പൂത്തിട്ടുണ്ട്. വൈറ്റ് ലോങ്ങിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി വൈറ്റ്.
ഭൂമികയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കർഷകന്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.